യേശുക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്ന പാഠമാണ്. അത്ഭുതത്തിന് മുമ്പ് അവൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതം ചെയ്തതിൻ്റെ ശേഷവും ചെന്ന് മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് നമ്മൾ നിശ്ചയമായും പഠിക്കേണ്ട കാര്യം. ശേഷം യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ നിർബന്ധിച്ച് അക്കരയ്ക്ക് അയക്കുകയാണ്. നിങ്ങൾ പുറപ്പെടുക, പുറപ്പെടുക എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് നിർബന്ധിക്കുന്നത്? സമയമായി. താൻ ഏകാന്തതയിൽ തൻ്റെ പിതാവിനോടൊപ്പം ചിലവഴിക്കേണ്ട സമയം. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, ഏകാന്തതയിൽ ഇരിക്കുവാൻ ഒരു സമയം ക്രമീകരിച്ചാൽ എത്ര അനുഗ്രഹമാണ്. 1 മണിക്കൂർ അല്ലെങ്കിൽ കുറച്ച് സമയം കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ, മുഴങ്കാൽ മടക്കുവാൻ നമ്മൾ സമയം ക്രമീകരിച്ചാൽ അത് ഏറ്റവും അനുഗ്രഹമാണ്. ആ സമയമാകുന്ന സമയത്ത് നീ എത്ര തിരക്കാണെങ്കിലും ശരി, പണികളെല്ലാം നീ മാറ്റിവെക്കണം. ആരെങ്കിലും നിന്റെ വീട്ടിൽ അപ്പോൾ വരികയാണെങ്കിൽ അവരോട് നീ പറയണം. തിരക്കോടെ നീ ഫോണിൽ സംസാരിക്കുകയാണെങ്കിലും പറയണം, എനിക്ക് ഫോൺ വയ്ക്കണം. എന്തു സംഭവിച്ചു? സമയമായിരിക്കുന്നു. ഏതു സമയം? ദൈവത്തോട് സംസാരിക്കേണ്ടതായ സമയം വന്നിരിക്കുന്നു. വേഗത്തിൽ എനിക്ക് മുഴങ്കാൽ മടക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു ആത്മീയതയുണ്ടോ? എല്ലാ ആളുകൾക്കും സമയമുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും സമയമുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരമായിരിക്കുന്ന, നമ്മുടെ പ്രാണാത്മ ശരീരത്തിന് ആധാരമായിരിക്കുന്ന ദൈവത്തോടൊപ്പം സമയം ചിലവഴിക്കുവാൻ കഴിയാതെ ഇരിക്കുകയെന്നത് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു കുറവാണ്. അത് തെറ്റാണ്. സാക്ഷാൽ ദൈവം തന്നെ, ദൈവപുത്രനായ യേശുക്രിസ്തു തന്നെ തൻ്റെ പിതാവിനോടൊപ്പം സമയം ചിലവഴിക്കാൻ ഇഷ്ടപ്പെടുകയാണ്. ദിവസം മുഴുവൻ ദൈവവേല ചെയ്തു, ദിവസം മുഴുവനും കഷ്ടപ്പെട്ടു. എന്നിരുന്നാലും വൈകുന്നേരമാകുന്ന സമയത്തിതാ പിതാവിനോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യന്മാരെയും നിങ്ങൾ പുറപ്പെടുക, പുറപ്പെടുക എന്ന് പറഞ്ഞ് നിർബന്ധിച്ചയക്കുകയാണ്. ആ സമയം കടന്നു വരുമ്പോൾ, പ്രാർത്ഥിക്കേണ്ടതായ സമയം കടന്നു വരുമ്പോൾ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, ലോകത്തെ നമ്മുടെ മുൻപിൽ നിന്നും നമ്മൾ അകറ്റി നിർത്തേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഏകാന്തതയിൽ ദൈവസന്നിധിയിൽ ചെലവഴിക്കുവാൻ നമ്മൾ സമയം ക്രമീകരിക്കണം. അത് അത്യാവശ്യമാണ് നമുക്കെല്ലാവർക്കും. ഇപ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ ഇഷ്ടമനുസരിച്ച് പടകിൽ യാത്ര ചെയ്യുന്നു. അപ്പോൾ യേശു എന്താണ് ചെയ്യുന്നത്? മലയിൽ പോയി പ്രാർത്ഥിക്കുന്നു. ശിഷ്യന്മാർ അതേ സമുദ്രത്തിൽ കൂടി ഒരുപാട് തവണ യാത്ര ചെയ്തവരാണ്. അവർക്കത് പുതുമയുള്ള കാര്യമല്ല. എന്നാൽ ആ ദിവസം യേശുവിൻ്റെ ഇഷ്ടപ്രകാരം അവർ യാത്ര ചെയ്യുമ്പോൾ അവർ സമുദ്രത്തിൻ്റെ നടുഭാഗത്തെത്തിയപ്പോൾ പെട്ടെന്നിതാ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ച് അലകൾ ഉയരുവാൻ തുടങ്ങി. പെട്ടെന്ന് തിരമാലകൾ ആഞ്ഞടിക്കുവാൻ തുടങ്ങി. ഭയങ്കരമായുള്ള കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നു. എന്തു സംഭവിച്ചെന്ന് നോക്കാം. 23-ാമത്തെ വാക്യം. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി. കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. അവർ യാത്ര ചെയ്യുന്ന പടക് തിരമാലകളാൽ വലയുകയാണ്. അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ ജീവനുകൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. പ്രിയ സഹോദര സഹോദരി, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, ദൈവം നമ്മെ സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആപത്തുകളും രോഗവും ദുഃഖവും ബുദ്ധിമുട്ടുകളും ഒന്നും വരില്ല എന്ന് നിങ്ങൾ ആരും തന്നെ വിചാരിക്കരുത്. ഞാൻ വീണ്ടും പറയട്ടെ, നമ്മൾ ആത്മീയരായി വിശ്വാസികളായി ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം പിശാച് പല രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ കൊണ്ടുവരും. നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്നവന് ഇഷ്ടമല്ല. സമാധാനത്തോടെ ആയിരിക്കുന്നത് പോലെ ശാന്തിയോടെ ആയിരിക്കുന്നവന് ഇഷ്ടമല്ല. കുടുംബമായിട്ട് ദൈവത്തെ ആരാധിക്കുന്നത് പിശാചിന് ഇഷ്ടമല്ല. നമ്മൾ അധ്വാനത്തിൻ്റെ പ്രതിഫലം അനുഭവിക്കുന്നത് അവന് ഇഷ്ടമല്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കൊണ്ടുവരും. നമ്മുടെ പ്രാണാത്മ ശരീരങ്ങളുടെ മേൽ ആക്രമണം നടത്തുവാൻ നോക്കും. അതാണ് പിശാചിൻ്റെ രീതി. നമ്മുടെ ശത്രുവായിരിക്കുന്നതായ പിശാച് അലറുന്ന സിംഹത്തെപ്പോലെ നമ്മുടെ ചുറ്റും നടക്കുകയാണ്. ആരെയാണ് വിഴുങ്ങേണ്ടത്, ആരെയാണ് ഉപദ്രവിക്കേണ്ടത്, ആരെയാണ് നശിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട്. അതാണ് അവൻ്റെ ആലോചന, അതാണ് അവൻ്റെ പരിശ്രമങ്ങൾ. ഈ ആത്മീയ യാത്രയിൽ നാം എല്ലാവരും ദിനംതോറും നേരിടേണ്ടതായ ശത്രു ആരാണെന്ന് ചോദിച്ചാൽ അത് പിശാച് തന്നെയാണ്. എന്നാൽ ഒരു കാര്യം മാത്രം സത്യമാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ലോകത്തിലുള്ള പിശാചിനേക്കാൾ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതായ യേശു, അവൻ വലിയ ശക്തനാണ്. അതുകൊണ്ട് നമ്മൾ പിശാചിനെ കണ്ടുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല. പിശാച് കൊണ്ടുവരുന്നതായ ബുദ്ധിമുട്ടുകളെ കണ്ടുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ടതില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, പിശാച് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതായ പലവിധത്തിലുള്ള കഷ്ടങ്ങളെക്കാൾ, പ്രതികൂലങ്ങളെക്കാൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്നതായ ശാന്തിയും സമാധാനവും വിടുതലാണ് ഏറ്റവും വലുതെന്ന് മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ ഹിതപ്രകാരം ശിഷ്യന്മാർ യാത്ര ചെയ്തപ്പോൾ തടസ്സമുണ്ടായി. ദൈവം പറഞ്ഞതുപോലെ അവർ ചെയ്തിട്ടും ആപത്ത് കടന്നു വന്നു. അവരുടെ ജീവന് നേരെ തന്നെ വലിയ ആപത്തുണ്ടാവുകയാണ്.
ഇന്നും നമ്മുടെ മധ്യയിൽ അങ്ങനെയുള്ളവരുണ്ടോ? ദൈവഹിതപ്രകാരം ജീവിക്കുന്നുവെന്ന് പറയുന്നവർ ഒരു കാലത്ത് ലോകപ്രകാരം തനിഷ്ടപ്രകാരം ജീവിച്ച ആളുകളാണ്. എന്നാൽ എപ്പോഴാണ് കർത്താവിന് വേണ്ടി എൻ്റെ ജീവിതത്തെ സമർപ്പിച്ചത്, അന്നു മുതൽ ഇന്നുവരെയും ദൈവത്തിൻ്റെ വചനമനുസരിച്ചുകൊണ്ട് ദൈവഹിതം പോലെയാണ് ജീവിക്കുന്നത്. ആത്മീയതയിൽ ഞാൻ ജീവിക്കുന്നു, വിശുദ്ധിയോടെ ഞാൻ ജീവിക്കുകയാണ്, ദൈവബദ്ധരായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഒരുപാട് കഷ്ടതകൾ ഉണ്ടാകുന്നു, പ്രതികൂലങ്ങൾ സംഭവിക്കുന്നു, സാമ്പത്തിക ഞെരുക്കങ്ങൾ വരുന്നു. എൻ്റെ സ്വന്തക്കാർ തന്നെ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയിരിക്കുന്നു. എൻ്റെ ജോലിയിൽ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തികമായ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്. അതുപോലെ കുടുംബത്തിലും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹായ അവസ്ഥയിലായിരിക്കുന്നു. എന്തുകൊണ്ട് ഈ കഷ്ടതയും പ്രതികൂലവും വന്നിരിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നിൽ എന്ത് തെറ്റാണുള്ളത്, എന്ത് പാപമാണ് ഞാൻ ചെയ്തത് ചോദിച്ചാൽ എൻ്റെ പാപങ്ങളെല്ലാം ഞാൻ ഏറ്റുപറഞ്ഞ് ദൈവബദ്ധരായി ജീവിക്കുവാൻ വേണ്ടി തീരുമാനമെടുത്ത വ്യക്തിയാണ്. എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒരു നിമിഷം ശ്രദ്ധിക്കൂ. യേശു പറഞ്ഞതനുസരിച്ച് തന്റെ ശിഷ്യന്മാർ പടകിൽ യാത്ര ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് ആപത്ത് വരികയാണ്, അനർത്ഥമുണ്ടാകുന്നു. ഇപ്പോൾ അവരുടെ ചിന്താഗതി എന്താണെന്ന് വെച്ചാൽ, യേശു ഒരുപക്ഷെ നമ്മോടൊപ്പം ഈ പടകിലുണ്ടായിരുന്നുവെങ്കിൽ ആഞ്ഞടിക്കുന്നതായ ഈ തിരമാലകളെയും കാറ്റിനെയും എല്ലാം ശാന്തമാക്കിയേനെയും. എന്നാൽ യേശു ഇപ്പോൾ നമ്മോടൊപ്പം ഇല്ല. അവൻ കരയിൽ വളരെ ദൂരത്തായിരിക്കുന്നു. അതുകൊണ്ട് ഈ ആപത്തിൽ നിന്നും അപകടത്തിൽ നിന്നും നമ്മെ വിടുവിക്കുവാൻ കഴിയുന്നവൻ ആരും തന്നെ നമ്മോടൊപ്പമില്ല. അപ്പോൾ അവർ മനസ്സിലാക്കുന്ന സത്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വന്നിരിക്കുന്നതായി ആപത്ത്, ഈ വലിയ പ്രതിസന്ധി, ഇത് നമ്മുടെ ജീവിതത്തെ തുടച്ചു നീക്കാൻ പോകുന്നതാണ്. മാത്രമല്ല, ഇപ്പോൾ വന്നിരിക്കുന്നതായ വലിയ ആപത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ കഴിയുന്നതായ ഒരു വഴിയും കാണുന്നില്ല. കാരണം വഴിയായിരിക്കുന്ന യേശുക്രിസ്തു അവരോടൊപ്പം ഇല്ല. അതാണ് 4-ാം യാമമാണ് സമയം, അതായത് പുലർക്കാലത്ത് 3 മണിക്കും 4 മണിക്കും ഇടയ്ക്കുള്ള സമയം. വൈകുന്നേരമായിരുന്നു അവരെ പടകിൽ കയറ്റി അയക്കാനിടയായത്. എന്നാൽ ഇപ്പോൾ വലിയ അന്ധകാരത്തിൻ്റെ നടുവിൽ ആയിരിക്കുമ്പോഴാണ് ആപത്ത് വന്നിരിക്കുന്നത്. അവർ നനയ്ക്കാത്ത രീതിയിലുള്ള വലിയ ആപത്ത് കടന്നു വരികയാണ്. അവരുടെ ഭയം എന്താണെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തു നമ്മോടൊപ്പം ഇല്ല. അതുകൊണ്ട് ഇതിനെ നമുക്ക് നേരിടുവാൻ, ജയിക്കുവാൻ കഴിയില്ല. നമ്മുടെ കഥ കഴിയാൻ പോകുന്നു. ഇന്ന് നമ്മുടെ മധ്യയിൽ ആരെങ്കിലും ഇങ്ങനെ വിചാരിക്കുന്നവർ ഉണ്ടോ? എൻ്റെ കഥ കഴിയാൻ പോകുന്നു, ഞാൻ അനുഭവിക്കുന്ന ഈ കഷ്ടത മാറില്ല, മാറ്റുവാൻ കഴിയില്ല, എൻ്റെ കഥ കഴിയാൻ പോവുകയാണ്. ഈ കഷ്ടത മാറുമെന്നുള്ള യാതൊരു പ്രതീക്ഷയും എനിക്കില്ല. ഈ ബുദ്ധിമുട്ടിൽ നിന്ന്, ഈ ഞെരുക്കത്തിൽ നിന്ന് വെളിയിൽ വരുമെന്ന്, ഈ ആപത്തിൽ നിന്നോ ഈ അനർത്ഥത്തിൽ നിന്നോ രക്ഷപ്പെടുമെന്നുള്ള ഒരു വിശ്വാസവും എനിക്കുണ്ടാകുന്നില്ല. ഇങ്ങനെയുള്ള അവസ്ഥയിൽ കൂടി നമ്മുടെ മധ്യയിൽ ആരെങ്കിലും പോകുന്നുണ്ടോ? അന്നുള്ള ശിഷ്യന്മാർ അതേ അവസ്ഥയിൽ കൂടിയാണ് കടന്നുപോയത്. കാരണം എന്താണെന്ന് വെച്ചാൽ, രക്ഷപ്പെടുമെന്നുള്ള വിശ്വാസം അവർക്കില്ല. രക്ഷപ്പെടുത്താൻ കഴിയുന്ന യേശു അവരോടൊപ്പം ഇല്ലായിരുന്നു. എന്നാൽ ശിഷ്യന്മാർ പടകിൽ സമുദ്രത്തിൻ്റെ മധ്യയിൽ ആപത്തിൻ്റെ നടുവിലായിരിക്കുന്നതായ സമയത്ത് അത് കണ്ട് കർത്താവ് മൗനമായിരിക്കുമെന്നാണോ? ഞാനും നിങ്ങളുമെല്ലാം പലതരത്തിലുള്ളതായ കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോൾ, പ്രതികൂലത്തിൽ കൂടി പിശാച് കൊണ്ടുവരുന്ന പല പരീക്ഷണങ്ങളിൽ അകപ്പെട്ട ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ, നമ്മെ പ്രാണനെപ്പോലെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കർത്താവ് മൗനമായിരിക്കുമെന്നാണോ? അല്ലെങ്കിൽ അവൻ എന്താണ് ചെയ്യുന്നത്? യേശു മലമുകളിൽ പ്രാർത്ഥിക്കുന്നു, ശിഷ്യന്മാർ പടകിൽ സമുദ്രത്തിൻ്റെ മധ്യയിൽ. അത് യേശു കണ്ടുവോ ഇല്ലയോ? ആ മലമുകളിൽ നിന്നുകൊണ്ട് തന്നെ യേശു ക്രിസ്തു സമുദ്രത്തിൽ അപകടത്തിൻ്റെ മധ്യയിലായിരിക്കുന്ന ശിഷ്യന്മാരെ കാണാനിടയായി. ഇപ്പോൾ ശിഷ്യന്മാരുടെ ചിന്താഗതി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പടകിലാണല്ലോ വന്നത്, ഒരുപക്ഷെ യേശു ക്രിസ്തു നമ്മെ അനുഗമിച്ച് വരണമെങ്കിൽ അവനെ കൊണ്ടുവരുവാനായിട്ട് പടകിൽ കൊണ്ടുവരുവാൻ ആരുമില്ലല്ലോ. അവൻ വരുവാൻ ഒരു സാധ്യതയുമില്ല. എങ്ങനെയാണ് യേശു നമ്മുടെ അരികിലേക്ക് വരുന്നത്? എങ്ങനെയാണ് ഈ സമയത്ത് അവൻ നമ്മുടെ അരികിലേക്ക് വരുന്നത്? ഇങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലുമുണ്ടോ? യേശു എന്നെ കാക്കുവാനും രക്ഷിക്കാനും ഇപ്പോൾ എങ്ങനെയാണ് വരുന്നത്? എങ്ങനെ വരുമെന്നറിയാമോ? നീ നനയ്ക്കാത്തതായ വഴിയിൽ കൂടി നിന്നെ രക്ഷിക്കുവാനായിട്ട് എൻ്റെ കർത്താവ് കടന്നുവരും. ഭയപ്പെടരുത്. അലയടിച്ചുയരുന്നതായ സമുദ്രത്തെ കണ്ടുകൊണ്ട് ഭയപ്പെടാതെ അവയെ ശാന്തമാക്കാൻ കഴിയുന്ന യേശുവിങ്കിലേക്ക് നോക്കുക. ദൈവം എന്നോട് സംസാരിച്ചിരിക്കുന്നു. ഈ സന്ദേശം എനിക്ക് വേണ്ടിയുള്ളതാണ്. ആ കർത്താവ് ഇപ്പോഴും ജീവിക്കുന്നു. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമാണ്. ഇങ്ങനെ വിശ്വസിക്കുന്നവർ പ്രാർത്ഥിക്കുക. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, വളരെ വ്യക്തമായി ലളിതമായി എല്ലാവരോടും സംസാരിച്ചതോർത്ത് അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. വിശ്വാസത്തിന്റെ കർത്താവായിരിക്കുന്ന യേശുവിലേക്ക് നോക്കിക്കൊണ്ട്, ആ കർത്താവിൽ പരിപൂർണമായ ആശ്രയം വെച്ചുകൊണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ എന്താണോ അസാധ്യമായിട്ട് ആർക്കും ചെയ്യുവാൻ കഴിയാതെ അസാധ്യമായി കാണുന്നത്, അത് സാധ്യമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ.
യേശുവേ, നിന്റെ നാമം മഹത്വപ്പെടുത്തണം, നിന്റെ നാമം ഉയരപ്പെടണം. യേശുവേ, ലോകത്തെ ഞങ്ങൾ നോക്കിയാൽ ഞങ്ങൾ ഭയപ്പെട്ടു പോകും, നിരാശപ്പെട്ടു പോകും, മുങ്ങിപ്പോകും. ഞങ്ങളിൽ പലരും മുങ്ങിപ്പോകുന്നുണ്ട്. അനേകർ തകർന്നുപോയി, വീണുപോയവരുണ്ട്. കർത്താവേ, അടിയങ്ങൾ പറയുകയാണ്, എന്നോട് കരുണ കാട്ടണമേ. യേശുവേ, എന്നെ രക്ഷിക്കണമേ. ഇങ്ങനെ പറയുന്ന എല്ലാവരുടെയും നേരെ നിന്റെ കരം നീട്ടി, യേശുവേ, എഴുന്നേൽപ്പിക്കണമേ, എഴുന്നേൽപ്പിക്കണമേ. നിന്നെ അനുഗമിക്കുവാൻ അവരെ സഹായിക്കണമേ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.